അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാ രക്ഷിതാക്കളും പറയുന്നൊരു കാര്യമുണ്ട് മക്കളെക്കുറിച്ച് അല്ലേ, എന്താണെന്നറിയും, അവർ പഠിക്കാൻ ഇപ്പോൾ വളരെ മോശമാണ്. പണ്ടവ നല്ലോണം പഠിച്ചിരുന്നു, അല്ലെങ്കിൽ അവൾ നല്ലോണം പഠിച്ചിരുന്നു, പണ്ടവൾ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു, അവൾ നല്ല വീട്ടിലെല്ലാം പറഞ്ഞ് അനുസരിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു, തനിയെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയും. ഒരുവിധം എല്ലാം, കാരണം പ്രത്യേകിച്ച് പാരൻസ് മീറ്റിംഗ് വരുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്തായിരിക്കും എല്ലാ രക്ഷിതാക്കളും കൂടുതലായിട്ട് ഇത് പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധയില്ല, ഇപ്പോൾ വേറെ പല കാര്യങ്ങൾക്കുമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മൾ കളിക്കേണ്ട സമയത്ത് കളിച്ച് തന്നെ വളരണം, പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കും വേണം എന്ന് വെച്ചിട്ട് പഠിത്തത്തിലേക്ക് മാത്രം മക്കളെ ഒഴിഞ്ഞു വിടണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ നമ്മളെ രക്ഷിതാക്കൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ഒരു കർത്തവ്യം തന്നെയുണ്ട് ആ കാര്യത്തിൽ. കാരണം നമ്മളെ കുഞ്ഞിനെ ചിലപ്പോൾ നമ്മൾ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ച് കാണും. നമുക്ക് എല്ലാവർക്കും അറിയാം സാക്ഷരതയുടെ 2 മൂലഘടകങ്ങളാണ് ഈ വായനയും എഴുത്തും എന്നുള്ളത്. പിന്നെ ഈ പഠന വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അത് നമുക്ക് ഈ ഒരു ഗണത്തിൽ ചേർക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ പ്രസവത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ചിലപ്പോൾ എന്താ പറയുക, പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ അത് ആ മക്കൾ നമുക്ക് വേണ്ടി തിരിച്ചറിയാൻ കഴിയുമല്ലോ. അവർക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, വായിക്കാൻ ചിലപ്പോൾ കിട്ടില്ല, അക്ഷരങ്ങൾ പറയാൻ അറിയില്ല, നടക്കാനുള്ള ബുദ്ധിമുട്ട്, അതല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് കുഞ്ഞിനെ അവൻ നല്ലപോലെ പഠിച്ചിരുന്നു, പിന്നെ അവൻ്റെ പഠിത്തം എവിടെ പോയി അല്ലേ? കാരണം എല്ലാ മക്കൾക്കും പല പല ബുദ്ധിയാണ് എന്ന് വെച്ചിട്ട് മക്കളെ നമ്മൾ കമ്പയർ ചെയ്യണം. നമ്മളെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? അപ്പോൾ ഓപ്പോസിറ്റ് ആരാണോ മകൾ അല്ലെങ്കിൽ അവരുടെ മക്കളായിട്ട് നമ്മൾ മക്കളെ കമ്പയർ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. കാരണം അത് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇൻസൾട്ടോ അവർക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം കുറച്ചൊന്നും ആവില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ, പിന്നെ അടുത്തൊരു പാരൻസ് മീറ്റിംഗ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അമ്മ വരണ്ട അല്ലെങ്കിൽ അച്ഛൻ വരണ്ട. എന്തുകൊണ്ടാണ്? അത് കമ്പാരിസൺ, അവർ കമ്പയർ ചെയ്യാൻ നിൽക്കും. അപ്പോൾ അങ്ങനെയല്ല, ഒരു അരമണിക്കൂർ ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മൾ മക്കളുടെ കൂടെ ഒരു അരമണിക്കൂർ അച്ഛനമ്മമാർക്ക് ചിലവഴിക്കാൻ ടൈമില്ല എന്നുള്ളതാണ് സത്യം. കുഞ്ഞിലെ നമ്മൾ ശ്രദ്ധിച്ചു, വലുതായിട്ട് അവരെ നമുക്ക് ശ്രദ്ധിക്കാൻ ടൈമില്ല. കുഞ്ഞിലെ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വായിച്ചു, വലുതാകുമ്പോൾ നമുക്ക് അവരുടെ ഇരുന്ന് കൂടെ വായിക്കാൻ സമയമില്ല. എന്തുകൊണ്ട് +1 +2 ഒരു ഡിഗ്രി വരെയൊക്കെ നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് പഠിച്ചുകൂടാ? നമുക്കത് അറിഞ്ഞോണം എന്നല്ല പറയുന്നത്. അവർ വായിക്കുന്ന സമയത്ത്, അവരിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതെന്താ കുഞ്ഞ്, അല്ലെങ്കിൽ ഇതെന്താണ്, അല്ലെങ്കിൽ ഇതെന്താന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു പറയാനൊരു ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും, ഇന്നത്തെ കാലത്തെ മക്കളെ അതിന് കിട്ടണ്ടേ അല്ലേ? ഇന്നത്തെ കാലത്തെ മക്കളെ കിട്ടണം, കാരണം നമ്മൾ അത്രത്തോളം ക്ലോസ് ആവണം. ഏതൊരു അച്ഛനമ്മമാരും മക്കളുടെ അത്രയും ക്ലോസ് ആവണം, പേടിപ്പിക്കണം. മക്കൾ പേടിക്കേണ്ട സമയത്ത് അച്ഛനമ്മമാരെ പേടിക്കുക തന്നെ വേണം. അത് തല്ലിയിട്ടോ അവരെ കണ്ണുറ്റി പേടിപ്പിച്ചിട്ടോ ആവരുത്. നമ്മൾ വഴക്ക് പറയേണ്ട സ്ഥലങ്ങൾ വഴക്ക് പറയണം, അവരെ കൺട്രോൾ ചെയ്യേണ്ട സ്ഥലങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതല്ലാണ്ട് പേടിപ്പിച്ചിട്ട് അച്ഛൻ വരുന്നുണ്ട് എനിക്ക് പേടിയാ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്ന മക്കളല്ല, അല്ലെങ്കിൽ അമ്മ വരുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ അടിക്കും, അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് മക്കളെ വളർത്തേണ്ടത്. ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം ഒരു അച്ഛനമ്മ, ഏറ്റവും നല്ല സുഹൃത്ത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണാടി ആയിരിക്കണം മാതാപിതാക്കൾ. എന്തൊരു കാര്യം അവർക്ക് ഓപ്പണായിട്ട് നമ്മുടെ അടുത്ത് പറയാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഏത് മാതാപിതാക്കളാണ് അങ്ങനെ കൊടുക്കുന്നവരുള്ളത്? ബിസിയാണ്, അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി പോകാനേ സമയമുള്ളൂ. മക്കൾ പഠിക്കുന്നുണ്ട്, അവരാകെ മക്കൾ നോക്കുമ്പോൾ ബുക്ക് എടുക്കുന്നു, വായിക്കുന്നു, എഴുതുന്നു ഉണ്ട്. പക്ഷെ അവർ വായിക്കുകയാണോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ, അവർ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ രക്ഷിതാക്കൾക്ക് അധികവും സമയമില്ല. ഇപ്പോൾ ഒരു പാരൻസ് മീറ്റിംഗ് വരുമ്പോഴോ ഒരു റിസൾട്ട് വരുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഇത്ര മാർക്കുള്ളൂ, അവർ ഇതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് വീട്ടിലെ പണി എല്ലായിടത്തും ഒരുപാട് കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ടാണ് ഞാൻ പഠിച്ച് ഈ നിലയിലെത്തി എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഞങ്ങൾ കഷ്ടപ്പെട്ട സമയം പോലെയല്ല നിങ്ങളിന്ന് ജീവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എല്ലാ സൗകര്യങ്ങളും ഞാൻ തരുന്നുണ്ട്. പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് ഓപ്പണായിട്ട് തുറന്ന് പറയുക. എന്തുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന രക്ഷിതാക്കളാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. അല്ലാണ്ട് കമ്പയർ ചെയ്ത് മക്കളെ വഴക്കിട്ട് അടിച്ച് എത്ര മക്കളാണ് ഇന്ന് മാർക്കിൻ്റെ പേരിൽ. കാരണം 2 or 3 മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞങ്ങൾ കുഞ്ഞിലൊക്കെ ആവുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നു വീട്ടിൽ നമ്മളെ മാർക്ക് ലിസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ഒരു 3 or 2 ഇപ്പുറത്ത് ഇട്ട് കൊടുക്കും. നമ്മളിപ്പോൾ തോറ്റു കാണും, പക്ഷെ വീട്ടിൽ പറയാൻ അത് എന്തുകൊണ്ടാണ്? അവരെ പേടിച്ചിട്ടായിരിക്കും അല്ലേ? അതേ സമയം 2 കിട്ടിയുള്ളൂ, അമ്മ എനിക്കിന്ന് 2 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള ധൈര്യം ഇന്നത്തെ കാലത്ത് മക്കൾക്കില്ല. കാരണം അത് ചെന്നാൽ അടിയാണ്, വഴക്കാണ്, പിന്നെ നമുക്ക് 2 ദിവസം നമ്മൾ കളിക്കാൻ വിടില്ല. അങ്ങനെയല്ല, ആ 2 കിട്ടിയത് എന്തുകൊണ്ട് എന്ന് നമ്മൾ രക്ഷിതാക്കൾ ചിന്തിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് അവർക്ക് പറഞ്ഞ് അവരുടെ കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ ബിസി ലൈഫിൽ നമുക്ക് ഒന്നിനും ടൈമില്ല എന്നറിയാം, എങ്കിലും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഒരു രക്ഷിതാവിന് മാറ്റി വയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരുവിധം മക്കളുടെ ഈ ഒരു പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ മക്കൾ വേണ്ടാത്ത രീതിയിൽ പോകുന്ന മക്കൾ, അഡീഷൻസിൽ ഓരോന്നിനും അഡിക്റ്റായിട്ട് പോകുന്ന മക്കളുണ്ടായിരിക്കും, ലവേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാം വേണ്ട, ഈ അഡിക്റ്റും കാര്യങ്ങളല്ല പറഞ്ഞത്, ഇഷ്ടവും പ്രണയം ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും, അതൊക്കെ വേണ്ട എന്നല്ല. പക്ഷേ അതൊരു അച്ഛനമ്മയുടെ അടുത്ത് തുറന്ന് പറഞ്ഞു അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു മാതാപിതാക്കളായിട്ട് നമ്മളെല്ലാവരും മാറട്ടെ. നമ്മളെല്ലാ മക്കളുടെയും ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ കണ്ണാടി, ഒരു മിററായിട്ട് നമ്മളെല്ലാ മാതാപിതാക്കൾക്കും മാറാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.